2008 ഏപ്രിൽ 19 മൊഹാലിയിലെ മൈതാനം. കിങ്സ് 11 പഞ്ചാബ് വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ് മത്സരം. ചെന്നൈക്കായി 5-ാം നമ്പറിൽ റിബോക്കിന്റെ ബാറ്റുമേന്തി ഒരു 26-കാരൻ ക്രീസിലെത്തി. മഞ്ഞക്കുപ്പായമണിഞ്ഞയാൾ മൈതാനത്തേക്ക് ആദ്യമായി നടന്നെത്തിയ നിമിഷം. അന്നയാളുടെ വരവിന് ഇന്നത്തെ പോലെ സ്റ്റേഡിയം പ്രകമ്പനം കൊള്ളുമായിരുന്നില്ല. ഗ്യാലറിയിൽ ആരവമുണ്ടായിരുന്നെങ്കിലും ഇന്നത്തെ ആവേശവും ശബ്ദവും ഉണ്ടായിരുന്നില്ല. അയാൾ നേരിടുന്ന ഓരോ പന്തിലും ഇന്നത്തെ ആകാംക്ഷയും ഉണ്ടായിരുന്നില്ല. പക്ഷേ എതിർ ഗ്യാലറിയുടെ ആരവങ്ങൾക്കും മൈതാനത്തിന് പുറത്തു നിന്നുള്ള വിമർശനങ്ങൾക്കും പുകഴ്ത്തുപാട്ടുകൾക്കും അയാൾ ചെവി കൊടുത്തില്ല. തന്റെ പദ്ധതികൾ കൃത്യമായി നടപ്പിലാക്കി. കൂട്ടിയും കിഴിച്ചും കളികൾ ടീമിന് അനുകൂലമാക്കി. കിരീടങ്ങൾ വാരിക്കൂട്ടി. ഒരേയൊരു മഹേന്ദ്ര സിംഗ് ധോണി. ഒരു പരിശീലകന്റെ കീഴിൽ വാർത്തെടുത്ത ക്രിക്കറ്റ് ശൈലിയായിരുന്നില്ല ധോണിയുടേത്. സച്ചിന്റെയോ കോഹ്ലിയുടെയോ രോഹിത് ശർമ്മയുടെയോ പോലെ ടെക്സ്റ്റ് ബുക്ക് ഷോട്ടുകളാൽ സമ്പന്നവുമല്ല. മസിൽ പവർ മാത്രമാണ് കൈമുതൽ. അവിടെയാണ് ധോണിയെ ആരാധകർ ഇഷ്ടപ്പെട്ടതും എതിരാളികൾ ഭയന്നതും. IPLന്റെ കഴിഞ്ഞ 16 സീസണുകളിൽ ദൃശ്യമായതും അതുതന്നെ. പ്രധാന ബാറ്റർമാർ കൂടാരം കയറിയാൽ സ്റ്റേഡിയം വിടുന്ന കാണികളെ അവസാന പന്ത് വരെ കാത്തിരിക്കാൻ ധോണി പ്രേരിപ്പിച്ചു. നങ്കൂരമിട്ട് തോൽവിയുടെ വക്കിൽ നിന്ന് വിജയത്തിന്റെ തീരത്തേക്ക് അടുപ്പിച്ച എണ്ണം പറഞ്ഞ ഇന്നിംഗ്സുകൾ. നേരിടുന്നത് 5-10 പന്ത് മാത്രമായിരിക്കാം. പക്ഷേ കാണികൾക്ക് വിസിലടിക്കാൻ ഒരു നിമിഷമെങ്കിലും മിനിമം ഗ്യാരണ്ടിയാണ്. ക്യാപ്റ്റൻസിയിൽ അൺപ്രെഡിക്റ്റബിൾ. അശ്വിനെ കൊണ്ട് ബോളിംഗ് ഓപ്പൺ ചെയ്യിപ്പിച്ച തന്ത്രം. സുരേഷ് റെയ്നെ കൊണ്ട് പന്തറിയിപ്പിച്ച് കളിയുടെ ഗതി തിരിക്കുന്ന നീക്കം. ചിലപ്പോൾ പ്രധാന ബോളർമാർക്ക് കാണികളുടെ റോൾ മാത്രമായിരിക്കും നൽകുക. വയസ്സൻ പടയെന്ന് എഴുതി തള്ളിയ ടീമിനെ കൊണ്ട് കിരീടവും നേടും. 9-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട് തിരിച്ചു വരുമെന്ന് ഉറപ്പു നൽകി അടുത്ത സീസണിൽ കപ്പുയർത്തി നോട്ട് ഫിനിഷ് ഡെറ്റ് എന്ന് പറയാതെ പറഞ്ഞ നായകനും കൂടിയായിരുന്നു ധോണി. IPL 1.5 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ ഇന്നയാൾക്കായി ഗ്യാലറികൾ മഞ്ഞ പുതയ്ക്കും. പ്രകമ്പനം കൊള്ളും. 7-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് 10,000 അണിനിരക്കും. ബാറ്റ് ചെയ്യുന്നത് കേവലം ഒരു പന്തിലാണെങ്കിൽ പോലും അത് കണ്ട് ലോകകപ്പ് നേടിയ തൃപ്തിയോടെ സ്റ്റേഡിയം വിടുന്ന ആരാധകരുണ്ട് അദ്ദേഹത്തിന്. അതിങ്ങ് ചെപ്പോക്കിൽ മാത്രമല്ല, ഇന്ത്യയിലെ ഓരോ മൈതാനത്തും. പലരും പരിശീലകന്റെ കോട്ടിടുന്ന കാലത്ത് അയാൾ 42-ാം വയസ്സിൽ ഇന്നും എതിർ ടീമിന്റെ പേടി സ്വപ്നമായി തുടരുകയാണ്. ആരാധകരുടെ തലയായി, തലൈവനായി. ഇത് ധോണിയുടെ അവസാന സീസൺ ആയിരിക്കുമോ എന്ന് ചോദ്യമുയർത്തുന്നവരോട് ഇറ്റ്സ് നോട്ട് ഓവർ അണ്ടിൽ ഹി സേസ് ഇറ്റ്സ് ഓവർ.